വിലക്കയറ്റം അതിരൂക്ഷം, ജനജീവിതം ഭീഷണിയിൽ, ഭരണപ്രതിപക്ഷം നോക്കുകുത്തി. ഇവർക്ക് ജനങ്ങൾ പുച്ഛം, പ്രതിപക്ഷം നിർജീവമെന്ന് ജനങ്ങൾ. കേരളം ഇതുവരെയും കാണാത്ത അതിരൂക്ഷമായ വിലക്കയറ്റം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയെന്ന് പണ്ടുള്ളവർ പറഞ്ഞത് ഇപ്പോഴാണ് യാഥാർത്ഥ്യമായത്. ഇനി വില കൂടാൻ ഒരു സാധനവുമില്ല, മനുഷ്യന് മാത്രം ഒരു വിലയുമില്ലെന്ന് ജനങ്ങൾ. മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യമായ പലവ്യഞ്ജനങ്ങൾ, അരി, പച്ചക്കറികൾ എല്ലാറ്റിനും തീപിടിച്ച വിലയാണ്. കച്ചവടക്കാർ കൊള്ളയടിക്കുന്നതായി ആരോപണം ഉയരുന്നു. ഇത്രയും കൊടും വിലക്കയറ്റം ഉണ്ടായിട്ടും സർക്കാരിനും പ്രതിപക്ഷത്തിനും വിവിധ സംഘടനകൾക്കും മൗനം. എല്ലാവരും പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നതായി ജനങ്ങൾ വിലപിക്കുന്നു. ഇടിവെട്ടേട്ടവന് പാമ്പ് കടിച്ചതുപോലെ പാവങ്ങൾക്ക് ആശ്രയമായിരുന്ന സപ്ലൈകോ പണിമുടക്കിയിട്ടും മാസങ്ങൾ കഴിഞ്ഞു. സർക്കാരിന് ഒരനക്കവുമില്ല. മാർക്കറ്റിൽ എത്തുന്ന ജനങ്ങൾ മത്സ്യം, മാംസം, പച്ചക്കറികൾ കണ്ടു മടങ്ങുക മാത്രമാണ്. വില കേട്ടാൽ ഞെട്ടിവിറയ്ക്കും. 2 വർഷത്തിൽ 5 ഇരട്ടി വിലവർധനമായ ആണ് ഉണ്ടായിട്ടുള്ളത്. വിലക്കയറ്റം രൂക്ഷമായപ്പോൾ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയാതെ മരവിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സംഘടനകളും മുൻകാലങ്ങളിൽ പെട്രോളിന് 1 രൂപ കൂടിയാൽ കേരളം സ്തംഭിപ്പിച്ചത് കേരള ജനത കണ്ടതാണ്. UPA കേന്ദ്രം ഭരിച്ചപ്പോൾ മിന്നൽ പണിമുടക്കും ഹർത്താലും കൊണ്ട് ജനം പൊറുതിമുട്ടിയിരുന്നു. LDF ഭരണം തുടങ്ങിയപ്പോൾ ഹർത്താലും സമരങ്ങളും തീരെ ഇല്ലാതായത് ജനങ്ങൾക്ക് ഒരാശ്വാസമായെങ്കിലും വിലക്കയറ്റം രൂക്ഷമാകുമ്പോഴും മൗനം നടിച്ച് മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് ഭൂഷണമല്ല എന്നും ജനങ്ങൾ വിലയിരുത്തുന്നു. മഞ്ഞക്കുറ്റി നാട്ടാൻ കാട്ടിയ ശുഷ്കാന്തിയുടെ ഒരു ചെറിയ ശതമാനം പോലും പ്രതികരിക്കാൻ തയ്യാറാവാത്തത് ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സമരങ്ങളും പണിമുടക്കും ഹർത്താലും നടത്തിയില്ലെങ്കിലും കേന്ദ്രത്തിനെതിരെയെങ്കിലും പ്രതിഷേധിക്കാമായിരുന്നതും ജനങ്ങൾ സൂക്ഷ്മതയോടെ വിലയിരുത്തുന്നു. അതിൻ്റെ എല്ലാം അനന്തര ഫലങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാനിടയായതെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു. കഴിഞ്ഞ 8 കൊല്ലമായി എല്ലാറ്റിനും വില വാണം പോലെ കുതിച്ചു വരികയാണ്. വിലക്കയറ്റത്തിനെതിരെ മോദി സർക്കാരും പിണറായി സർക്കാരും ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പാവപ്പെട്ട ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കാൻ വഴിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ദിവസം തോറും വാർത്തയാവുകയാണ്. കണ്ണീരോടെ അന്ത്യയാത്ര, നെഞ്ച് പൊള്ളി ജന്മനാട്. കുവൈത്ത് തീപിടുത്ത ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൊച്ചിയിൽ നിന്ന് വീടുകളിലേക്ക് എത്തിച്ചു. പ്രത്യേക ആംബുലൻസുകളിലാണ് മൃതദേഹങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് എത്തിച്ചത്. കുവൈത്തിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് ഇന്ന് രാവിലെ 10:30 മൃതദേഹങ്ങൾ കൊച്ചിയിലെത്തിച്ചത്. 24 മലയാളികളുടെ അടക്കം മൃതദേഹങ്ങളാണ് കൊണ്ടുവന്നത്. 23 മലയാളികൾ, 7 തമിഴ്നാട്ടുകാർ, 1 കർണാടക സ്വദേശി. മംഗഫ് ലേബർ ക്യാമ്പിലെ തീപിടുത്തം വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് കാരണമെന്ന് സ്ഥിരീകരിച്ചു. ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന പാചക സിലിണ്ടർ ചോർന്നാണ് തീപിടുത്തം ഉണ്ടായതെന്ന് നേരത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് ദുരന്ത കാരണമെന്ന് കുവൈത്ത് അഗ്നിരക്ഷാ സേന വ്യക്തമാക്കി. ദുരന്ത സ്ഥലത്ത് വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് അപകട കാരണം കണ്ടെത്തിയതെന്നും കുവൈത്ത് അഗ്നിശമന സേന അറിയിച്ചു. ഫ്ളാറ്റിനുള്ളിൽ മുറികൾ തിരിക്കാനായി ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ അതിവേഗം തീ പടരാൻ ഇടയാക്കിയതായി ഫയർഫോഴ്സ് കേണൽ സയ്യിദ് അൽ മൗസാവി പറഞ്ഞു. വലിയ തോതിൽ പുക പടർന്ന 6 നില കെട്ടിടത്തിൽ 24 ഫ്ളാറ്റുകളിലെ 72 മുറികളിലായി 196 പേരാണ് താമസിച്ചിരുന്നത്. ഇതിൽ 20 പേർ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നതിനാൽ സംഭവം നടക്കുമ്പോൾ 176 പേരാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. കെട്ടിടത്തിൻ്റെ ടെറസിലേക്കുള്ള വാതിൽ പൂട്ടിയതിനാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് അവിടെ കയറാൻ കഴിഞ്ഞില്ല. ഗോവണിപ്പടി വഴി ടെറസിലെത്താൻ ശ്രമിച്ചവർ വാതിൽ തുറക്കാൻ കഴിയാതെ പുക ശ്വസിച്ച് കുഴഞ്ഞു വീണതായി ഫയർഫോഴ്സ് അധികൃതർ പറഞ്ഞു. അപകടമുണ്ടായ സമയവും ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടിയെന്നാണ് അറിയുന്നത്. പുലർച്ചെ 4:30 തീ പടരുമ്പോൾ ക്യാമ്പിലുള്ളവരെല്ലാം ഉറക്കത്തിലായിരുന്നു. തീ പടർന്നതിന് പിന്നാലെ അതിവേഗം
വ്യാപിച്ച പുകയാണ് മരണസംഖ്യ വർദ്ധിപ്പിച്ചത്. പൊള്ളലേറ്റ് മരിച്ചത് വെറും 2 പേർ മാത്രമാണ്. ബാക്കി 47 പേരും മരിച്ചത് പുക ശ്വസിച്ചാണ്. MBTC കമ്പനി പ്രതിനിധികളാണ് പറഞ്ഞത്. കുവൈത്തിലേക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് പോകാനിരുന്നത് കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ മുടങ്ങിയെന്നത് പരക്കെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആരോഗ്യമന്ത്രി പോയതുകൊണ്ട് ഒരു കാര്യവുമില്ല, അതിനു മുൻപ് തന്നെ എല്ലാ ജോലികളും കേന്ദ്രമന്ത്രി പൂർത്തിയാക്കിയതായുമാണ് അറിയുന്നത്. ഒറ്റ ദിവസത്തേക്ക് മന്ത്രി പോയിട്ട് എന്ത് കാര്യമെന്ന് ഗവർണറും സൂചിപ്പിച്ചു. കേന്ദ്ര വിദേശകാര്യമന്ത്രി എല്ലാം കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നതായാണ് അറിയാൻ കഴിഞ്ഞത്. സുരേഷ് ഗോപി തൃശൂർ ലോക്സഭാ സീറ്റ് ഇങ്ങെടുത്തു. തൃശൂരിലെ അസംബ്ലി സീറ്റുകൾ VK ശ്രീകണ്ഠനും ഇങ്ങെടുക്കും. ലോക്സഭയിലേക്ക് വീണ്ടും മത്സരിക്കുന്നതിന് മുൻപ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൽപ്പര്യമുണ്ടോ എന്ന് പാർട്ടി നേതൃത്വം VK ശ്രീകണ്ഠനോട് ചോദിച്ചിരുന്നതായി ശ്രീകണ്ഠൻ പറഞ്ഞു. തൃശൂർ DCC പ്രസിഡന്റ് താൽക്കാലിക ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപായി മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. തൃശൂരിൽ കൂടുതൽ സീറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ കേരളത്തിൽ UDF അധികാരത്തിൽ വരികയുള്ളൂ എന്നാണ് തൻ്റെ വിശ്വാസമെന്ന പ്രവചനം VK ശ്രീകണ്ഠൻ നടത്തി. പദവി താൽക്കാലികമായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുണ്ട്. ഇത്ര പെട്ടെന്ന് ഒരു താൽക്കാലിക DCC പ്രസിഡന്റ് വയ്ക്കാൻ കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. ആലത്തൂരിൽ തിരഞ്ഞെടുപ്പ് ഏകോപനം വേണ്ടത്ര ഉണ്ടായിരുന്നില്ല. തൃശ്ശൂരിൽ പോയി പ്രാഥമികമായി എന്താണ് ചെയ്യേണ്ടത്, പാർട്ടി തൻ്റെ അടുത്ത് നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതെല്ലാം നേതാക്കളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. പാർട്ടി ഒരു പ്രതിസന്ധിയിലാണ്. കേരളത്തിൽ ആകെ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശ്ശൂരിൽ മാത്രം അത് ഉണ്ടായില്ല. തൃശ്ശൂരിലെ അസംബ്ലി മണ്ഡലങ്ങൾ ലക്ഷ്യമാണെന്നും VKS പറഞ്ഞു.